പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ ലൂർദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കായെ പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കാൻ ഒരുങ്ങുന്നത്. പ്രിയമുള്ളവരെ, 1524 പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടുകൂടെ അവിടെ പ്രത്യേകമായ ആരാധന ആലയം നിർമ്മിക്കപ്പെടുകയും 1524 പോർച്ചുഗീസ് വരവോടുകൂടെ ആ പ്രദേശത്ത് ഒരു ദൈവാലയം സ്ഥാപിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരുന്നു. എങ്കിലും ആ ആലയത്തിൽ ഒരു ബലിപീഠം, അത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായി. അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഛായാചിത്രം അത് പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഛായാചിത്രമാണ്. പക്ഷേ 1676 വലിയൊരു വെള്ളപ്പൊക്കത്തിൽ ആ ദൈവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ആ ദൈവാലയത്തിലെ ഈ തിരുസ്വരൂപം അല്ലെങ്കിൽ ആ ദൈവാലയത്തിലെ ഈ അമ്മയുടെ ഛായാചിത്രം അത് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുകയും ചെയ്തു. പലരും അത് എടുക്കാനായിട്ട് പരിശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പക്ഷെ അവസാനം അത് സാധിച്ചത് പാലിയത്തച്ഛനായിരുന്നു. പാലിയത്തച്ഛൻ അത് കൈകളിലെടുക്കുമ്പോൾ അത് നനഞ്ഞ് കുതിർന്ന് ഉപയോഗശൂന്യമായി പോയിട്ടുണ്ടാകും എന്ന് കരുതിയാണ് അതെടുക്കുന്നത്. പക്ഷെ അതെടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. വളരെ സുന്ദരമായി പുതിയതുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഈ ചിത്രത്തെപ്പറ്റിയും ഈ ചിത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ പാലിയത്തച്ഛന് അതിഷ്ടമായി, അമ്മയോട് ബഹുമാനമായി. അങ്ങനെ അമ്മയുടെ നാമത്തിൽ ഒരു ദേവാലയം പണിയുന്നതിനുള്ള സ്ഥലം വിട്ടുകൊടുക്കുകയും അവിടെ സുന്ദരമായ ഒരു ആലയം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ആദരവും ബഹുമാനവും സ്നേഹവുമൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആ ദൈവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ആ ദൈവാലയം ഇന്ന് കാണുന്ന സുന്ദരമായ അനേകായിരം മക്കളെ ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയതിൻ്റെ പിന്നിലെ സംഭവം എന്ന് പറയുന്നത് 1752 നടന്ന അത്യപൂർവമായ അത്ഭുതമാണ്. അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കും. കാരണം ഈ ദിവസങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയും അമ്മ പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഇത്രയും ആഴമായ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരത്ഭുതം ദർശിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മീനാക്ഷി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏതാണ്ട് 3 വയസ്സ് പ്രായമുള്ള തൻ്റെ കൈക്കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മറുകരയിലേക്ക് ഒരു വഞ്ചിയിൽ കയറി യാത്രയാവുകയാണ്. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. പക്ഷേ പെട്ടെന്ന് കാലാവസ്ഥ പ്രതികൂലമായി. കാറ്റും കോളും വന്നു. അപ്രതീക്ഷിതമായി വഞ്ചി നേരെ മറിയുകയാണ്. പ്രിയമുള്ളവരെ, വഞ്ചിയിലുണ്ടായിരുന്നവരൊക്കെ വെള്ളത്തിലായി. ഈ മീനാക്ഷി അമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഒരമ്മ കുഞ്ഞിനെയും കൊണ്ട് അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ തന്നാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കും. പക്ഷേ രക്ഷപ്പെടുത്താനാവില്ല എന്ന് ഏകദേശം ഉറപ്പായി. ആ അമ്മ തൻ്റെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആഴിയുടെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ അമ്മ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ വല്ലാർപാടത്തമ്മേ, നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എന്നും നിനക്ക് അടിമയായി ജീവിച്ചു കൊള്ളാമെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ ആഴങ്ങളിലേക്ക് ആ അമ്മയും കുഞ്ഞും ഇങ്ങനെ താണുപോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഏകദേശം രക്ഷപ്പെട്ടവരും അവിടെയുള്ളവരും നഷ്ടപ്പെട്ടു പോയ ഈ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. പ്രകൃതി ഒട്ടും അനുകൂലമല്ലാതിരുന്നതിനാൽ അവർ ശ്രമം ഉപേക്ഷിച്ച് വീടുകളിലേക്ക് തിരികെ പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ കുഞ്ഞിനെയും അമ്മയെയും അന്വേഷിച്ചുകൊണ്ടുള്ള പരിശ്രമങ്ങളിൽ ആ നാട്ടുകാർ മുഴുവനും വ്യാപൃതരാകുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെയും അമ്മയെയും അവർക്ക് കണ്ടുപിടിക്കാനായില്ല. കണ്ടുനിന്നവർ പരസ്പരം ഉള്ളിലും പുറത്തുമായി പറഞ്ഞു, ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും വിധി. അന്ത്യകർമ്മങ്ങൾ നടത്താൻ പോലും
ആ ശരീരങ്ങൾ നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന ഗദ്ഗതങ്ങളും കേൾക്കാമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ അമ്മയും കുഞ്ഞും വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിട്ട് 3-ാം ദിവസം അതിരാവിലെ തന്നെ അമ്മയുടെ ഒരു ദർശനം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ പള്ളിമേടയിലേക്ക് ഓടി വരുന്നുണ്ട്. പള്ളിമേടയിൽ ചെന്ന് അച്ഛനോട് കാര്യം പറയുന്നുണ്ട്. അച്ഛനും അതിലെന്തോ ഒരു സത്യമുള്ളതുപോലെ തോന്നി. അങ്ങനെ അച്ഛനും ആ വ്യക്തിയും വേറെ കുറച്ചധികം പേരും കൂടെ ഈ അമ്മ അവനെ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ വീണ്ടും അവിടേക്ക് ഒന്നുകൂടെ തെരച്ചിൽ ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആഴിയുടെ ആഴങ്ങളിൽ ഇതാ ഈ അമ്മയെയും കുഞ്ഞിനെയും അവർക്ക് തിരികെ കിട്ടുകയാണ്. അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഇതാ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശവശരീരങ്ങൾ കിട്ടിയതിൻ്റെ ആശ്വാസത്തോടുകൂടെ ഈ 2 ശവശരീരങ്ങളെയും കൊണ്ട് കരയിലേക്ക് അടുക്കുമ്പോൾ കരയിൽ കാത്തുനിന്നവർക്കും കരയിലേക്ക് ഈ 2 ശവശരീരങ്ങളെ കൊണ്ടുവന്നവർക്കും വിശ്വസിക്കാനായില്ല. കാരണം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിൽ വീണവരെ പോലെ ജീവനോടെ ഇതാ ഈ അമ്മയും കുഞ്ഞും ആ കായലിൽ നിന്ന് കരയിലേക്ക് വരികയാണ്. കരയിലേക്ക് വന്നു കയറിയ ഈ അമ്മ അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്നൊരൊറ്റ കാര്യം ഇത്രമാത്രം: എനിക്കൊരിടത്തും പോണ്ട, എനിക്ക് ഈ അമ്മയുടെ അടുക്കിലേക്ക് എത്രയും പെട്ടെന്ന് വന്നെത്തണം. പ്രിയമുള്ളവരെ, അമ്മയുടെ ഇടപെടലിലൂടെ രക്ഷപ്പെട്ടവളാണ് ഞാൻ. ഈ അമ്മയും മകനും എന്നും ആ അമ്മയ്ക്ക് പാദസേവ ചെയ്യാമെന്ന് അവൾ അവിടെ വെച്ച് വ്രതമെടുക്കുകയും ആ വ്രതം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 1-2 മണിക്കൂറല്ല, 2 ദിവസം പൂർണ്ണമായും 3-ാം ദിവസം ഭാഗികമായും വെള്ളത്തിൽ കിടന്ന ഈ അമ്മ, ഈ കുഞ്ഞ് എങ്ങനെ ജീവൻ പൊതിഞ്ഞു പിടിച്ചു എന്ന് ചോദിച്ചാൽ അത് വല്ലാർപാടത്തമ്മയുടെ പ്രത്യേകമായ ഇടപെടലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, പിന്നീടുള്ള കാലം മുഴുവനും ഈ മീനാക്ഷി അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ അമ്മയ്ക്ക് അടിമകളായി ജീവിച്ചുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. 72 വയസ്സുവരെ അമ്മ അവിടെ തന്നെ ആയിരുന്നു. പിന്നീട് അമ്മ പരിശുദ്ധ അമ്മയിലേക്ക് വിലയം പ്രാപിച്ചു എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. വല്ലാർപാടത്ത് അമ്മയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ഒരൊറ്റ ചോദ്യം എത്രമാത്രമുള്ളൂ: എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ അടിയിലായി, പരിശുദ്ധ അമ്മയുടെ അടിയിലായി വേറൊരു അമ്മയെയും കുഞ്ഞിനെയും കാണുന്നത്? പ്രിയമുള്ളവരെ, അത് ഈ മീനാക്ഷി അമ്മയും അമ്മയുടെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമാണ്. പിന്നീട് അവർ മാമോദീസ സ്വീകരിച്ചെന്നും മീനാക്ഷി അമ്മ പരിശുദ്ധ അമ്മയുടെ നാമം സ്വീകരിച്ചെന്നും മകൻ യേശുവിൻ്റെ നാമം സ്വീകരിച്ചുവെന്നും പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ചിത്രത്തിൽ 2 പരിശുദ്ധ അമ്മയും 2 യേശുവും എന്ന് നമുക്ക് തോന്നിപ്പോകും. അതേ പ്രിയമുള്ളവരെ, ലഭിച്ച അനുഗ്രഹത്തിന് പകരമായി ജീവിതം തന്നെ സമർപ്പിച്ച മീനാക്ഷിയമ്മ ഈ അത്ഭുതത്തിൽ വേറിട്ട് നിൽക്കുകയാണ്. മറ്റത്ഭുതങ്ങളിലൊക്കെ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അവർ അമ്മയ്ക്ക് നന്ദി പറയുന്നുണ്ടെങ്കിലും ജീവൻ സമർപ്പിച്ച് നന്ദി പറഞ്ഞത് ഈ മീനാക്ഷി അമ്മയും മകനുമാണ്. പ്രിയമുള്ളവരെ, വല്ലാർപാടത്തമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അവർ അവിടെ ഒരുപാട് ചൂലുകൾ വെച്ചിട്ടുണ്ട്. ഈ ചൂലുകൾ കൊണ്ട് ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ആ മുറ്റമൊക്കെ അടിച്ചിടുന്നത് കാണാം. ആ നേർച്ച തുടങ്ങിയത് ഈ മീനാക്ഷി അമ്മയും മകനുമാണ്. പള്ളിയും പരിസരവും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരും. അടിമ നേർച്ച എന്ന വലിയൊരു കാര്യവും ഉടലെടുക്കാനുള്ള കാരണം ഈ അമ്മയുടെ അടുക്കിലേക്ക് ഈ മീനാക്ഷി അമ്മയും മകനും തങ്ങളെ തന്നെ അടിമകളായി സമർപ്പിച്ചതുകൊണ്ടാണ്. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആഴിയുടെ ആഴങ്ങളിലേക്ക് പോയ ഈ അമ്മയെയും മകനെയും അതേപോലെ തന്നെ ഇതാ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച അമ്മ അവർക്ക് ജീവൻ നൽകിയപ്പോൾ ആ ജീവൻ സ്വീകരിച്ച ഈ അമ്മയും മകനും പരിശുദ്ധ അമ്മയെ തോൽപ്പിച്ചു കളയുകയാണ്. കാരണം നീ തന്ന ജീവനാണിത്, ഇത് ഞങ്ങളിതാ നിനക്ക് സമ്മാനമായി നൽകുന്നു
എന്ന് പറഞ്ഞുകൊണ്ട് ഉദാത്തമായ ഒരു കൃതജ്ഞതയുടെ ഭാവം സ്വീകരിച്ച മീനാക്ഷിയമ്മ. പ്രിയമുള്ളവരെ, കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം. ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും നാമും പലപ്പോഴായി പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധരിലൂടെയും ഒക്കെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുടെ ഭാവത്തോടു കൂടെയാണോ നാം ജീവിക്കാറുള്ളത്? അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിലല്ല, മറിച്ച് അനുഗ്രഹത്തിലൂടെ ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും ജീവിതത്തിലൂടെ നന്ദി അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് നിൻ്റെ കൃപയാലാണ് എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.